നമസ്കാരം. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിന്റെ ആഹ്ലാദത്തിലാണ് സൈബർ സഖാക്കൾ. അവർ പറഞ്ഞുണ്ടാക്കിയത് ആരിഫ് മുഹമ്മദ് ഖാനെ ഇവിടെ നിന്ന് അവർ പറപ്പിച്ചു എന്നായിരുന്നു. അതിലൊന്നും വസ്തുതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. എന്തായാലും ബീഹാറിന്റെ 30ാമത് ഗവർണറായിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. കൂടാതെ 26 വർഷത്തിന് ശേഷം ബീഹാറിൽ ഗവർണറാകുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാന് കുറച്ചു നാളുകളെ തനിക്ക് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പദവി വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇതിന് സാഹചര്യം ഒത്തുവന്നതോടെ അതിന് കേന്ദ്രം അവസരമൊരുക്കുകയാണ് ചെയ്തത്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും BJPയുടെ സഖ്യകക്ഷിയാണ് നിതീഷ് കുമാർ. എന്നാൽ എപ്പോഴും ചാഞ്ചാടുന്ന നിതീഷ് കുമാർ നിലപാടുകൾ മാറ്റിയാൽ അത് BJPക്ക് തന്നെ പണിയാകും. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ദൂതനായാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിക്കുന്നത്. ജനതാദൾ രാഷ്ട്രീയ കാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് നിതീഷ് കുമാറും ആരിഫ് മുഹമ്മദ് ഖാനും. ബീഹാറിലെ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ സ്വാധീനവുമുണ്ട്. നിതീഷ് കുമാറിന് നിറം മാറുന്നുവോ എന്ന് തോന്നിയതോടെ പഴയകാല സുഹൃത്തായ ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിക്കാൻ അമിത്ഷാ നിർദ്ദേശിച്ചെന്നാണ് സൂചനകൾ. കേരളത്തിൽ ഇടത് സർക്കാരുമായി ഏറ്റുമുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോയതെങ്കിൽ ബീഹാറിൽ എന്താകും ലൈൻ എന്ന് അറിയേണ്ടത് തന്നെ. തുടക്കത്തിൽ നയതന്ത്ര വഴിയിൽ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറിയത്. ബീഹാർ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപായി RJD നേതാവ് ലാലു പ്രസാദ് യാദവുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അവശ്യഘട്ടത്തിൽ RJDയുടെ സഹായം BJPക്ക് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സൂചനയുണ്ട്. അതേസമയം മാധ്യമങ്ങളോടും അദ്ദേഹം ക്ഷോഭിച്ചു. സന്ദർശനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. നിങ്ങൾ ഒരു സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ പരിചയക്കാർ ഉണ്ടെങ്കിൽ അവരെ കാണുക സ്വാഭാവികമല്ലേ എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചത്. 1975 മുതൽ തനിക്ക് പരിചയമുള്ള ആളുകളുടെ നഗരത്തിലെത്തുമ്പോൾ അവർക്കൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കില്ലേ? ലാലു പ്രസാദ് യാദവിനെ കണ്ടതിൽ എന്താണ് സംശയാസ്പദമെന്നും ഈ ചോദ്യം തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാർ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതല ഏറ്റുകഴിഞ്ഞു. പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തേജസ്വി യാദവും ഗവർണറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരുന്നു. തിങ്കളാഴ്ച പാട്നയിലെത്തിയ ആരിഫ് മുഹമ്മദ് ഖാനെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി, സ്പീക്കർ നന്ദകിഷോർ യാദവ് തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിയുക്ത ഗവർണറെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. പഴയകാല സുഹൃത്തുക്കളുടെ കൂടിച്ചേരൽ കൂടിയായി മാറി ഇത്. 26 വർഷത്തിന് ശേഷം ബീഹാറിൽ ഗവർണറാകുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് സ്വീകാര്യത നേടാനും ആരിഫ് മുഹമ്മദ് ഖാൻ വഴി BJP ശ്രമിക്കുമെന്ന് ഉറപ്പുമാണ്. അതേസമയം കോളിളക്കമുണ്ടാക്കിയ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണറായി എത്തുമ്പോൾ ആശങ്കയൊഴിയാതെ ഇരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട ബീഹാർ സർക്കാരുമായി പോരടിച്ചാണ് ആർലേക്കറുടെ വരവ്. ആരിഫ് മുഹമ്മദ് ഖാൻ BJPയോടും സംഘപരിവാറിനോടും അനുഭാവമുള്ളയാളായിരുന്നുവെങ്കിൽ ആർലേക്കർ BJP നേതാവും RSSുമായി അടുത്ത ബന്ധമുള്ള ആളുമാണ്. ഗോവ സ്വദേശിയായ ആർലേക്കർ BJP രൂപം കൊണ്ട 1980 മുതൽ പാർട്ടിയുടെ ഭാഗമാണ്. BJP ഗോവ ജനറൽ സെക്രട്ടറി ആയിരുന്നു. സത്യാഗ്രഹം കൊണ്ടല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലെ ആയുധം കണ്ടാണ് ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടതെന്ന് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഈയിടെ നടത്തിയ പ്രസ്താവന വിവാദവുമായിരുന്നു. സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് അച്ചടക്കം ഉറപ്പാക്കാൻ 2 വർഷത്തെ പട്ടാള സേവനം നിർബന്ധമാക്കണമെന്ന ആർലേക്കറിന്റെ നിലപാടും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അടിമുടി രാഷ്ട്രീയക്കാരനായ ആർലേക്കറുടെ കരുനീക്കങ്ങളെ നേരിടുന്നതാവും വെല്ലുവിളി. ജനുവരി 3-ാം വാരം നിയമസഭ തുടങ്ങും. പുതിയ വർഷത്തെ സഭ നയപ്രഖ്യാപനത്തോടെയാണ് തുടങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര വിമർശനവും ഉള്ളടക്കമാകും. പുതിയ ഗവർണർ നയപ്രഖ്യാപനത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതും നിർണായകമാകും. നന്ദി.